everyone, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Managerial Economics, which is a co-paper for semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 38th lecture of the series. In this lecture, we are discussing about market structure. Let us discuss the meaning of market. In economics, market means a social system through which the seller and purchasers of a commodity or service can interact with each other. എക്കണോമിക്സിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയോ ഒരു സർവീസോ വാങ്ങാനോ വിൽക്കാനോ വരുന്ന ആൾക്കാർ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ്. അവിടെ സെല്ലേഴ്സും പർച്ചേസേഴ്സും ഉണ്ടാവും. ഒരു കമ്മോഡിറ്റിയോ അല്ലെങ്കിൽ സർവീസോ ആയിരിക്കും അവർ വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നത്. അപ്പം സെല്ലേഴ്സിൻ്റെയും പർച്ചേസേഴ്സിൻ്റെയും ഇൻ്ററാക്ഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഇൻ കോമൺ ലാംഗ്വേജ് മാർക്കറ്റ് മീൻസ് എ പ്ലേസ് വെയർ ഗുഡ്സ് ആർ പർച്ചേസ്ഡ്. സാധാരണ പറയുകയാണെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന പ്ലേസിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് മീൻസ് ആൻ അറേഞ്ച്മെൻറ്റ് വിച്ച് എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് എ കമ്മോഡിറ്റി. ഹൻസ് ഈച്ച് കമ്മോഡിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ മാർക്കറ്റ്. ഓരോ മാർക്കറ്റിലും ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഇഫക്റ്റീവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഓരോ കമ്മോഡിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റുണ്ട്. For example, fish market, flower market, etc. In market, they can participate in sale and purchase. Market does not refer to a particular place or location. It refers to an institutional relationship between purchasers and sellers. Market is an arrangement which links buyers and sellers. A market can be of different types. The market differs from one another due to differences in the number of buyers, number of sellers, nature of the product, influence over price, availability of information, conditions of supply, etc. മാർക്കറ്റിലെ സെയിലിലും പർച്ചേസിലും കസ്റ്റമേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മാർക്കറ്റിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്ലേസോ ഒരു ലൊക്കേഷനോ വേണമെന്നില്ല. പർച്ചേസേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻഷിപ്പാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം. മാർക്കറ്റ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അങ്ങനെ മാർക്കറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ബയേഴ്സിൻ്റെ എണ്ണത്തിലുണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ടോ നമ്പർ ഓഫ് സെല്ലേഴ്സ് കൊണ്ടോ നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റോ ഇൻഫ്ലുവൻസ് ഓഫ് ദ പ്രൈസ്, അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, കണ്ടീഷൻസ് ഓഫ് സപ്ലൈ, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് മാർക്കറ്റിനെ ഡിഫറൻഷിയേറ്റഡ് ആക്കാം. ദെൻ ലുക്ക് അറ്റ് ദ മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചർ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു: പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു: മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി ആൻഡ് ഡുയോപ്പൊളി. So, there are 4 types of market structure: perfect competition, monopolistic competition, oligopoly and monopoly. First one, perfect competition. Perfect competition is a market structure in which large number of sellers sell a homogeneous product at uniform price. ഒരേപോലെയുള്ള പ്രോഡക്റ്റുകൾ, ദാറ്റ് ഈസ് ഹോമോജനസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ യൂണിഫോം പ്രൈസിൽ, ഒരേപോലെയുള്ള പ്രൈസിൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. Then look at the features of perfect competition. First one, large number of buyers and sellers. Under perfect competition, there exists a large number of sellers and the share of an individual seller is too small in the total market output. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ലാർജ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും.
Second one, as a result, a single firm cannot influence the market price, so that a firm under perfect competition is a price taker and not a price maker. നമ്പർ ഓഫ് ബയേഴ്സ് കൂടുതലുള്ള പ്ലേസാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു ഇൻഡിവിജ്വൽ ബയർ മാർക്കറ്റിലുള്ള ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ഒരു സ്മാൾ പോർഷൻ മാത്രമേ ബൈ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രൈസ് ടേക്കറാണ്, പ്രൈസ് മേക്കർ അല്ല. സിമിലർ ഫേംസ് ഫിക്സ് ചെയ്യുന്ന അതേ പ്രൈസ് ടേക്ക് ചെയ്യുകയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസും ചെയ്യുന്നത്. തേർഡ് വൺ, homogeneous goods. Under perfect competition, all firms sell homogeneous goods which are identical in quantity, shape, size, color, packaging, etc. So the product are perfect substitute of each other. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഹോമോജനസ് ആയിരിക്കും. അത് ഐഡൻറ്റിക്കൽ ഇൻ ക്വാണ്ടിറ്റിയിലായിരുന്നാലും ഷേപ്പിലായിരുന്നാലും സൈസ്, കളർ, പാക്കേജിങ് എല്ലാം ഒരേപോലെ ആയിരിക്കും. അതിന് ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്, മറ്റൊന്നിൻ്റെ ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ ആയിരിക്കും ഓരോ ഫേംസും നൽകുന്നത്. നെക്സ്റ്റ്, പ്രൈസ് ഈസ് യൂണിഫോം ആസ് ദ product of the different sellers in the market are homogeneous. The price is determined forces of demand and supply in the market and accepted by the sellers are price takers in the market. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും. പ്രൈസ് തീരുമാനിക്കുന്നത് ഫോഴ്സസ് ഓഫ് ഡിമാൻഡിൻ്റെ ബേസിസിൽ, ദാറ്റ് ഈസ് ബയേഴ്സ് ബിഡിങ് and supply, sellers bidding in the market. ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സും ബാർഗെയിനിങ് പവർ ഓഫ് സെല്ലേഴ്സിൻ്റെയും ബേസിസിലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ടേക്കേഴ്സ് ഇൻ ദ മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഹെൻസ് ഫേംസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ കാൾഡ് പ്രൈസ് ടേക്കേഴ്സ്. മാർക്കറ്റിൽ പ്രൈസ് ടേക്കർ എന്ന് പറയുകയാണെങ്കിൽ ഹാവ് നോ ഓപ്ഷൻ ബട്ട് ടു ചാർജ് ദ റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ ഏത് പ്രൈസാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ പ്രൈസ് ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നും പ്രൈസ് ടേക്കേഴ്സിനില്ല. ഏത് പ്രൈസിലാണോ ആ സിമിലർ പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത് അതേ പ്രൈസ് ചൂസ് ചെയ്യും. പ്രൈസ് മേക്കറാണ് എങ്കിൽ ഏബിൾ ടു ഫിക്സ് ദെയർ ഓൺ പ്രൈസ്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കാം. പ്രൈസ് ലീഡേഴ്സ്, മാർക്കറ്റ് ലീഡേഴ്സ് ഹൂസ് പ്രൈസ് ചേഞ്ചസ് ആർ ഫോളോഡ് ബൈ റൈവൽസ്. മാർക്കറ്റ് ലീഡേഴ്സിൻ്റെ പ്രൈസ് നമ്മുടെ റൈവൽസും ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ നമുക്ക് പ്രൈസ് ലീഡേഴ്സ് എന്ന് പറയാം. നമ്മുടെ ഫേം ഫിക്സ് ചെയ്യുന്ന പ്രൈസ് തന്നെയാണ് നമ്മുടെ എതിരാളിയായിട്ടുള്ളൊരു ഫേം ഫോളോ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഫേംസ് ആണ് പ്രൈസ് ലീഡേഴ്സ്. ദെൻ പ്രൈസ് ഫോളോവേഴ്സ്. ഫോളോ ദ പ്രൈസ് ചേഞ്ചിങ് ലീഡ് ഓഫ് ദ മാർക്കറ്റ് ലീഡർ. മാർക്കറ്റ് ലീഡറിൻ്റെ പ്രൈസ് ചേഞ്ചിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ് പ്രൈസ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. In perfect competition, free entry and exit. Any firm can enter or leave the industry whenever it wishes. Perfect competition മാർക്കറ്റിൽ ഏതൊരു ഫേമിനും എപ്പോൾ വേണമെങ്കിലും എൻ്റർ ചെയ്യുകയും എപ്പോൾ വേണമെങ്കിലും ലീവ് ചെയ്യുകയും ചെയ്യാം. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉള്ളത്. ഏതൊരു ഫേമിനും എപ്പോൾ വേണമെങ്കിലും എൻ്റർ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. Free entry or exit. Firms can enter or exit the market without restrictions. Next one, profit maximization. The goal of all firms is maximization of profit. എല്ലാ ഫേംസിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ഈസ് നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ്. പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്. Resources can move freely from one firm to another without any restrictions. ഒരു ഫേമിൽ നിന്നും മറ്റൊരു ഫേമിലേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് റിസോഴ്സസിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നെക്സ്റ്റ് ഫീച്ചർ ഈസ് പെർഫെക്റ്റ് നോളജ്. ഇൻഡിവിജ്വൽ ബയർ ആൻഡ് സെല്ലർ ഹാവ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് ആൻഡ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഫ്രീ ഓഫ് കോസ്റ്റ്. Each firm knows the price prevailing in the market and would not sell the commodity which is higher or lower than the market price. ഇൻഡിവിജ്വൽ ബയറിനും സെല്ലറിനും മാർക്കറ്റിനെ കുറിച്ചൊരു പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം.
മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രൈസിൽ നിന്നും കൂടിയ പ്രൈസിനോ കുറഞ്ഞ പ്രൈസിനോ കമോഡിറ്റീസ് സെല്ല് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഫീച്ചർ ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഈസ് സീറോ. പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൺസിഡർ ചെയ്യില്ല. പ്രൈസിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. These are the features of perfect competition. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.